നമസ്കാരം. ലെബനനെതിരെ വീണ്ടും ഇസ്രായേലിൻ്റെ സൈനിക നടപടി. ഹിസ്ബുള്ള പരിശീലന കേന്ദ്രത്തിന് നേരെയായിരുന്നു ഇപ്പോഴത്തെ ആക്രമണം. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന കേന്ദ്രത്തിന് നേരെയായിരുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സമാധാന ഉടമ്പടിയുടെ ലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന ഇസ്രായേൽ ആദ്യം തന്നെ അന്ത്യശാസനം നൽകിയിരുന്നു. ഇറാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുള്ള പ്രവർത്തിച്ചു വരുന്നത്. ഈയൊരു ഭീകരവാദി സംഘടനയുടെ നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ കനത്ത ആക്രമണങ്ങൾ ലെബനൻ നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ളൊരു ആവശ്യം ലെബനൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയും കുറേയൊക്കെ നല്ല രീതിയിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുവാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സിറിയ ഉൾപ്പെടെയുള്ള ഭീകരവാദ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഇത്തരം ഭീകരവാദ സംഘങ്ങൾക്ക് ലഭിക്കുകയും അവർ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ കോപ്പ് കൂട്ടുകയും ചെയ്തിരുന്നു. ലെബനനിൽ ഇസ്രായേലി വിരുദ്ധ പ്രക്ഷോഭത്തിന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായി റദ്വാൻ ഫോഴ്സ് ചില നീക്കങ്ങൾ നടത്തുകയും അത് ഇസ്രായേൽ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അതിർത്തിയിൽ നിന്ന് ഏകദേശം 27ഓളം മൈൽ അകലെ വച്ചുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു ആസൂത്രണ പദ്ധതി അവർ നടത്തിയത്. ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഇസ്രായേൽ തിരിച്ചറിയുകയും അതിനെതിരെ ആക്രമണം നടത്തുകയുമായിരുന്നു. റദ്വാൻ കേന്ദ്രത്തെ പൂർണ്ണമായും ആക്രമിച്ച് അതിനെ നിലംപരിശാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളക്കെതിരെ വലിയ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണോ ഹമാസിനെ നിരായുധീകരിച്ചത് അത്തരത്തിൽ ഒരു നിരായുധീകരണത്തിൻ്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇസ്രായേലിനെതിരെ ഏത് ഭീകരവാദ നീക്കം നടത്തിയാലും അതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. അതിനുള്ളൊരു ആദ്യത്തെ പടി എന്നോണമാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം എന്ന് വേണം കണക്കാക്കാൻ. ലെബനനിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നങ്ങളാണ് ഇസ്രായേലിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ തന്നെ ഇവർ പല രീതിയിലും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഭീകര പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു. ഇതിന് അവർക്ക് വലിയ പിന്തുണയാണ് പല ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചത്. ഇവർക്കൊപ്പം തന്നെ യമൻ്റെ ഹൂത്തി വിമതരും ഇസ്രായേലിന് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങൾ ലംഘിക്കുന്ന ഏത് ശ്രമമുണ്ടായാലും അതിനൊക്കെ എതിരെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകും, നല്ല രീതിയിലൊരു തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് അവർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതിനോട് ചേർത്ത് വേണം ഇത്തരത്തിലുള്ളൊരു ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും. ഇസ്രായേൽ അത്തരത്തിൽ ഒരു മികച്ച മാതൃകയാണ്, കൃത്യമായിട്ടുള്ള ഒരു മാതൃകയാണ്, ഉദാഹരണമാണ് ഇപ്പോൾ ലെബനന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് കൃത്യമായി എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഒരു കനത്ത ആക്രമണം റദ്വാൻ ഫോഴ്സിൻ്റെ ക്യാമ്പിന് നേരെ നടത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് ഇസ്രായേൽ ഇവർക്ക് അവസാന വാണിംഗ് നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ അനുസരിക്കുവാനോ എന്ന രീതിയിൽ അല്ല ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സ്ലീപ്പർ സെല്ലുകളുടെയൊക്കെ സഹായത്തോടു കൂടി വീണ്ടും അത്തരത്തിലുള്ള ഭീകരവാദ ശ്രമങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ് ലെബനിൽ ഇവർ നടത്തിയത്. അത്തരമൊരു ശ്രമത്തിന് നിരയാണ് ഇപ്പോഴുള്ള ഒരു ആക്രമണം. ഇനി ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളുടെ എല്ലാ സാധ്യതകളും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. വീണ്ടും ഏതെങ്കിലും തരത്തിൽ ലെബനനിലോ മറ്റെവിടെയെങ്കിലും ഹമാസ് മോഡൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഇതിലും വലിയ ഒരു തിരിച്ചടി ലെബനന് ലഭിക്കുകയും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനെതിരെയും ആക്രമണം നടത്തുമെന്ന ഒരു ഭീഷണി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, ഒരു താക്കീത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നിലവിൽ ഇറാനെതിരെ യുദ്ധഭീഷണി
ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെല്ലാം, ഈ ഭീകരവാദികൾക്കെല്ലാം വലിയ പിന്തുണയാണ് ഇറാനിലെ മതഭരണകൂടം നൽകുന്നത്. അത് ലെബനൻ്റെ ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഹൂത്തി റിബലിയൻ ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വലിയ പിന്തുണയാണ് ഇത്തരം ഭീകരവാദികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇറാനെതിരെയും ഒരു ശക്തമായ ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.